ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നിങ്ങളോട് കൊച്ചു വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. നിർജീകളായ കല്ലുകൾ പോലെ സലാം പറയുന്ന അള്ളാഹുവിന്റെ ദൂതരെ വിശ്രമാക്കാനും അഹുലുക്കാനും ചരിത്രം നിഷ്പക്ഷമായി മീലാർത്തുന്ന ഏതൊരു ബുദ്ധിജീവിക്കും സാധ്യമല്ല. എന്നൊരാളെങ്കിലും മുത്തിനിരിക്കാൻ വന്നാൽ പ്രസ്താവനകൾ ഇരിക്കുകയോ കാർട്ടൂൺ വർക്കുകയോ പറയുകയോ ചെയ്യുന്നുവെങ്കിൽ ഇവർക്കെയും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നുള്ള ഒരുപാട് കാരണം തിരിച്ചറിയാം. പുതിയ മിമ്പറിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുന്ന സാഹചര്യത്തിൽ പഴകിയ 14 നോട്ടങ്ങൾക്ക് മുമ്പ് ജീവിച്ച പ്രവാചി തിരുമണിയെ ഈ വേളയിൽ ഞങ്ങൾ കൊച്ചു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലെത്തുന്നു മത്സരത്തിലെ അടുത്ത അക്ഷരം ബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നബിയുടെ ജന്മദിനമാണ്. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ നാളെ അല്ലാഹു തആലയുടെ സ്വർഗ്ഗലോകത്ത് നബിയോടൊപ്പം ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്ധവിശ്വാസികളെയും അരാഗജത്തിന്റെയും പിടിൽ മലർന്ന ഒരു ലോകർക്കുള്ള ഉത്തമ മാതൃകകളാക്കി പരിവർത്തിച്ചുകൊണ്ടും മുത്തുനബിയുടെയും കുടുംബത്തിന്റെ ജീവിതം വളരെ കഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് സുഖ സൗകര്യങ്ങളുടെ നടുവിൽ വെച്ച് അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന സഹോദര സഹോദരിമാർക്ക് അറിയുന്ന ഒരു സംഭവം ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു വീട്ടിലെ ജോലികൾ ചെയ്ത് വളരെ ക്ഷീണിച്ചു. ഉപ്പയുടെ അടുക്കൽ വന്ന് മകൾ അവലാതി പറഞ്ഞു, വീട്ടിലെ ജോലികൾ ചെയ്ത് എന്റെ തൊലി പോലും പൊട്ടിപ്പോയിട്ടുണ്ട്. യുദ്ധം മുതൽ കിട്ടിയതിൽ നിന്ന് ഒരു വേലക്കാരിയെ തരണം. ഇല്ല മകളെ, ഒരു വേലക്കാരിയെ ഞാൻ തരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഫത്തിന്റെ ആളുകൾ കുറെ ദിവസമായി വിശന്ന് കരയുകയാണ്. ഗനീമത്തിന്റെ സ്വത്ത് അവർക്ക് വേണ്ടി നീക്കി വെച്ചതാണ്. രാത്രി അവർ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ചോദിച്ചതിനേക്കാൾ അത്യുത്തമമായ ഒരു കാര്യം തരട്ടെയോ? അതെ എന്നവൻ പറഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 33 വട്ടം, അൽഹംദുലില്ലാഹ് 33 വട്ടം, അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലണം. ഇത്തരം പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുനാഥന്മാരെ, അസ്സലാമു അലൈക്കും. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ ഒരു മോഹം, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. എന്റെ സംസാരത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. മാന്യരെ, ലോകഗുരുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ടാണത്. ഈ മാസത്തിൽ തന്നെയാണ്. ഈ മാസത്തിന് ഒരു പ്രത്യേകതയില്ലെന്ന് പറയുന്നവരുമുണ്ട്. അവരോട് നമുക്ക് സംസാരമില്ല, അതേസമയം അവരോട് നമുക്ക് സഹതാപമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാതിമുൻ നബിയായിരുന്നു. നബിക്ക് ശേഷം ഒരു നബിയും വരാനില്ല. ചിന്തിക്കുന്നവനല്ലോ മനുഷ്യൻ, ചിന്താശക്തി അല്ലാഹു തആല നൽകിയിട്ടുമുണ്ടല്ലോ മനുഷ്യൻ. മൃഗങ്ങൾ ആ ശക്തി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ചിന്തിക്കുക, ചിന്തിച്ച് ഉണരുക, ദീൻ മാർഗത്തിൽ സഞ്ചരിക്കുക. അതായിരിക്കട്ടെ നമ്മുടെ പ്രതിജ്ഞ. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു നമ്മയും നബിയോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദുമാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ലോകം മുഴുവനും മുത്തുനബിയുടെ കീർത്തനങ്ങളിൽ പാടിയും പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഈ സന്തോഷവേളയിൽ ഞാനും ചിലത് പങ്കുവെക്കാം. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ.
ഞാനൊന്ന് ചോദിക്കട്ടെ, ലോകം ഒന്നടങ്കം ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടോ? ഇല്ല എന്നാണ് അതിലുള്ള മറുപടി. മാതൃക പുരുഷനായ തിരുനബിയുടെ സന്ദേശമാണ് അവരുടെ ജീവിതം. ഉമ്മത്തീങ്ങളായ നാം ഒരൊറ്റ വിചാരം മാത്രമായിരുന്നു തങ്ങൾക്കുണ്ടായത്. ഉമ്മത്തീങ്ങളായ നാം തിരുനബിയെ സ്നേഹിച്ച് ജീവിക്കൽ അനിവാര്യമാണ്. നബിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പിൻപട്ടി കുട്ടിയാണ് എന്ന് പറഞ്ഞു നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്ര പറഞ്ഞ എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.